നമസ്കാരം. ന്യൂസ് കേരള ഇൻഫർമേഷൻ വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടികളെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. അതിലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് എന്നെ ഇതുമായി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായി ഈ വീഡിയോ നിരവധി തവണ കേട്ടാൽ നിങ്ങൾക്ക് കുട്ടികളെ ദത്തെടുക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൽ പൂർണ്ണമായി ഞാൻ അറിയിക്കുന്നുണ്ട്. കുട്ടികളെ ദത്തെടുക്കുന്ന നടപടിക്രമങ്ങളും യോഗ്യതയുടെ തുടങ്ങിയ വിശദീകരണ പോസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ നിന്നാണ്. അവരോട് ഉള്ള കടപ്പാട് അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമുക്ക് കാര വെബ്സൈറ്റാണ് ഇതിന് ചെയ്യേണ്ടത്. www.cara.nic.in. ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ഇതിന് മുമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദത്തെടുക്കൽ ചട്ടങ്ങൾ അനുസരിച്ച് ഉപേക്ഷിക്കപ്പെട്ട അനാഥരായ കുട്ടികളെ ദത്തെടുക്കാം. അതായത് നമുക്ക് പല രീതിയിൽ കുട്ടികൾ അനാഥരാകുന്നുണ്ട്. അങ്ങനെയുള്ള പല കുട്ടികളും സർക്കാരിൻ്റെ സംരക്ഷണ കേന്ദ്രങ്ങളിലാണ് ഉണ്ടാവുക. പല രീതിയിലും ഉണ്ടാവാം. അപ്പോൾ ആ കുട്ടികളെയൊക്കെ അതിൻ്റെ യഥാർത്ഥ അവകാശികളില്ലെങ്കിലോ അല്ലെങ്കിൽ ബന്ധുക്കളില്ലെങ്കിലോ ഒക്കെ ആണ് നമുക്ക് ദത്തെടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് ദത്തെടുക്കാമെന്ന് പറയുന്നത്. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാര വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഓഫീസുണ്ട്. അത് സാധാരണഗതിയിൽ കളക്ടറേറ്റിലാണ് ഉണ്ടാവുക. കളക്ടറേറ്റിൽ പോയി അന്വേഷിച്ചാൽ ആ ഓഫീസ് നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറഞ്ഞു തരും. അതായത് ജില്ലാ കളക്ടറേറ്റിലാണ് ഈ ഓഫീസ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെ പോയി ചോദിച്ചാലും വ്യത്യാസമുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞു തരും. നമുക്ക് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടും. കാരണം ഇതിൻ്റെ ഒരു റെഫറൻസിനായിട്ട് നമുക്കത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കണം. ആ പ്രിൻ്റ് നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും. അപ്പോൾ അത് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പികളെടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ലിപ്പ് വളരെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു രേഖയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യണം. അതായത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറേ രേഖകളുടെ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും. എന്തൊക്കെ രേഖകൾ വേണം അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ ഈ 30 ദിവസത്തിനകം ഈ രേഖകളെല്ലാം സംഘടിപ്പിച്ച് അതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണത്. ഡോക്യുമെൻറ്റുകൾ നൽകിയ ശേഷം അപേക്ഷകൻ ഹോം സ്റ്റഡിക്കായി ഓൺലൈൻ വഴി ഒരു ദത്തെടുക്കൽ ഏജൻസിയെ തിരഞ്ഞെടുക്കണം. അതായത് നമുക്ക് ഈ ഡോക്യുമെൻറ്റുകൾ നൽകിയ ശേഷം അപേക്ഷകൻ ഒരു ഹോം സ്റ്റഡിക്കായിട്ട്, അത് സാധാരണഗതിയിൽ നിങ്ങൾ ഈ അപേക്ഷ നൽകാൻ പോകുന്ന DCPU തന്നെ ആയിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ നമുക്ക് കേരളത്തിൽ മറ്റ് ഏജൻസികളിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. സാധാരണഗതിയിൽ അത് DCPU തന്നെയാണ്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ് അത് നിർവഹിച്ചു വരുന്നത്. അപേക്ഷൻ്റെ ജില്ലയിൽ ഏജൻസി ഇല്ലെങ്കിൽ അപേക്ഷൻ്റെ അതേ ജില്ലയിലോ അല്ലെങ്കിൽ അടുത്ത ജില്ലയിലോ ആയിരിക്കണം ഏജൻസി. അതായത് നമുക്ക് ഈ DCPU എല്ലാ ജില്ലയിലും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ അത് മറ്റ് ജില്ലയിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. അത് ഇവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്തു തരും. കേന്ദ്രത്തിൽ നിന്നോ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്നോ ഉള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ അപേക്ഷൻ്റെ വീട് സന്ദർശിച്ച ശേഷം ഹോം സ്റ്റഡി റിപ്പോർട്ട് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. റിപ്പോർട്ട് തയ്യാറാക്കിയ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുമായി ദത്തെടുക്കുന്നതിന് മുമ്പുള്ള ഫോസ്റ്റർ പ്ലേസ്മെൻറ്റ് തീയതി മുതൽ 2 വർഷത്തേക്ക് 6 പ്രതിമാസ അടിസ്ഥാനത്തിൽ പോസ്റ്റ് അഡോപ്ഷൻ ഫോളോ അപ്പ് റിപ്പോർട്ട് തയ്യാറാക്കും. സീനിയോറിറ്റി മുൻഗണനാ അടിസ്ഥാനത്തിൽ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാവിന് കുട്ടികളുടെ ഫോട്ടോ, ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട്, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടുന്ന 3 കുട്ടികളുടെ പ്രൊഫൈൽ കാണിക്കും. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം റെഡിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത് ദത്ത് കൊടുക്കാൻ പറ്റിയ കുട്ടികൾ റെഡി ഉണ്ടെങ്കിൽ അവരുടെ ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം, മെഡിക്കൽ റിപ്പോർട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3 കുട്ടികളുടെ പ്രൊഫൈൽ കാണിക്കും. തുടക്കത്തിൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ദത്തെടുക്കാൻ രക്ഷിതാവിനെ കാണിക്കും. ആ കുട്ടിയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത 90 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടിയെ കാണിക്കുക. കുട്ടികളുടെ പ്രൊഫൈൽ കണ്ടതിന് ശേഷം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് 48 മണിക്കൂറിൽ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ റിസർവ് ചെയ്യാം. അതിലേതെങ്കിലും ഒരു കുട്ടിയെ, നിങ്ങൾക്ക് കാണിച്ച കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എന്നതാണ് അതിൽ പറയുന്നത്.
അത് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കുട്ടിയെ റിസർവ് ചെയ്ത തീയതി മുതൽ 20 ദിവസത്തിനകം കുട്ടിയെ നേരിട്ട് സന്ദർശിക്കാൻ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ ആ സമയത്ത് നൽകുന്നതാണ്. കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുമായി തീരുമാനത്തിലെത്തുന്ന തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ പ്രസക്തമായ രേഖകൾ സഹിതം അഡോപ്ഷൻ ഏജൻസിയെ ബന്ധപ്പെട്ട കോടതിയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യും. കോടതിയിൽ നിന്ന് ദത്തെടുക്കാനുള്ള ഉത്തരവ് 2 മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പുതിയ രക്ഷിതാക്കളെ മാതാപിതാക്കളായി ചേർക്കാനുള്ള ഉത്തരവും കൂടെ ലഭിക്കുന്നു. നമുക്ക് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ആ രക്ഷിതാക്കളുടെ പേര് ചേർക്കും. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പേര് നിങ്ങൾക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പേരൊക്കെ ആ സമയത്ത് ചേർക്കാം. കുട്ടിയെ വേറൊരാൾക്ക് കൈമാറാൻ, നിങ്ങളിപ്പോൾ ഏറ്റെടുത്ത കുട്ടിയെ ഒരു കാരണവശാലും നിങ്ങൾക്ക് വേറൊരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമായി മാറും. മരണമോ മറ്റേതെങ്കിലും കാരണത്താലോ ദമ്പതികളുടെ അഭാവം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കുവാൻ തയ്യാറാണെന്നുള്ള ചൈൽഡ് സെക്യൂരിറ്റി അണ്ടർടേക്കിംഗ് രക്ഷിതാക്കളുടെ അടുത്ത ബന്ധുക്കൾ ഒപ്പിട്ട് നൽകേണ്ടി വരും. അതായത് ഈ കുട്ടിക്ക് ഈ ഏറ്റെടുക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കുട്ടിയെ നൽകുക. ഇതിനിടയിൽ ഈ രക്ഷിതാക്കൾ മരണപ്പെടുകയാണ്, ഏറ്റെടുത്തവർ മരണപ്പെടുകയാണെങ്കിൽ അവരെ ഈ കുട്ടിയുടെ പിന്നീടുള്ള സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള രക്ഷിതാക്കളുടെ അടുത്ത ബന്ധുക്കൾ ഒപ്പിട്ടിട്ട് ഒരു സത്യവാങ്മൂലം നൽകണം. എലിജിബിലിറ്റി അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ശിശു സംരക്ഷണ യൂണിറ്റ് DCPO ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ പരിപാടികളുടെയും നോഡൽ ഇംപ്ലിമെൻ്റ് ഓർഗനൈസേഷനായി WCD ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നു. പ്രധാന ഗുണഭോക്താക്കൾ: അനാഥർ, ഉപേക്ഷിക്കപ്പെട്ടവർ, കീഴടങ്ങിയ കുട്ടികൾ, ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഉള്ള യോഗ്യതാ മാനദണ്ഡമാണ് ഇനി പറയുന്നത്. ദത്തെടുക്കാൻ സാധ്യതയുള്ള മാതാപിതാക്കൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും സ്ഥിരതയുള്ളവരും സാമ്പത്തികമായി കഴിവുള്ളവരും ജീവന് ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുമായിരിക്കണം എന്നുള്ളതാണ്. അതായത് മറ്റ് രോഗങ്ങളോ എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊന്നും കുട്ടികളെ കിട്ടില്ല എന്നുള്ളതാണ്. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും അവൻ്റെ വൈവാഹിക നില പരിഗണിക്കാതെയും അദ്ദേഹത്തിന് ജീവശാസ്ത്രപരമായ മകനോ മകളോ ഉണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ഇനി പറയുന്നവയ്ക്ക് വിധേയമായി ഒരു കുട്ടിയെ ദത്തെടുക്കാം. അതായത് വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ ദത്തെടുക്കലിന് ഇരുവരുടെയും സമ്മതം ആവശ്യമാണ്. ഒരൊറ്റ സ്ത്രീക്ക് ഏത് ലിംഗത്തിലുള്ള കുട്ടിയെയും ദത്തെടുക്കാം. ഒരു സ്ത്രീക്ക് ഏത് ലിംഗത്തിലുള്ള കുട്ടിയെയും എടുക്കാം. ഒരൊറ്റ പുരുഷന് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റില്ല. അതായത് അതിന് യോഗ്യനല്ല. ഒറ്റക്കുള്ള ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന് പെൺകുഞ്ഞിനെ കിട്ടില്ല, മറ്റ് ആൺകുഞ്ഞിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ദമ്പതികൾക്ക് കുറഞ്ഞത് 2 വർഷത്തെ സ്ഥിരമായ ദാമ്പത്യ ബന്ധമില്ലെങ്കിൽ ഒരു കുട്ടിയെയും ദത്തെടുക്കാൻ അനുവദിക്കാം. അതായത് സ്ഥിരമായിട്ടൊരു ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടുണ്ട് ദമ്പതികളാണെങ്കിൽ അവർക്ക് മാത്രമേ കുട്ടിയെ കിട്ടുകയുള്ളൂ. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ പ്രായം രജിസ്ട്രേഷൻ തീയതിയിൽ യോഗ്യത തീരുമാനിക്കുന്നതിന് കണക്കാക്കും. അതായത് ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന 2 പേരുടെയും കൂടിയുള്ള പ്രായം എന്ന് പറയുന്നത് നിലവിൽ 90 ഇപ്പോഴത് 85 കുറച്ചിട്ടുണ്ട്. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും 2 പേരുടെയും വയസ്സ് തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചെറിയ കുഞ്ഞിനെ ലഭിക്കുള്ളൂ എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. കൂടാതെ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കായി അപേക്ഷിക്കാനുള്ള ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ യോഗ്യത താഴെ പറയുന്ന പ്രകാരമാണ്. 4 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ദമ്പതികളുടെ പരമാവധി സംയുക്ത പ്രായം 90 വർഷം. 90 വർഷം എന്ന് പറയുമ്പോൾ അത് 85 ചുരുക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം DCPOയിൽ വിളിച്ചപ്പോൾ അത് 85 ഇപ്പം നിലവിലെ പ്രായം. ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ പരമാവധി പ്രായം 45 വയസ്സാണ് ഭർത്താവിന്. അങ്ങനെയാണ് കണക്കാക്കുക. 40 വയസ്സ് പ്രായം, അപ്പോൾ 85 വയസ്സ് അങ്ങനെയാണ് കണക്കാക്കുക. 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ദമ്പതികളുടെ പരമാവധി സംയുക്ത പ്രായം 100 വർഷമാണ്. ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ പരമാവധി പ്രായം 50 വർഷം. ഒരാൾക്ക് 50 വയസ്സാണ് പരമാവധി ദത്തെടുക്കാനുള്ള പ്രായപരിധി. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയെ ദത്തെടുക്കുമ്പോൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ പരമാവധി പ്രായം സംയുക്ത പ്രായം 110 വർഷമാണ്. അതായത് 2 പേരുടെയും കൂട്ടുമ്പോഴുള്ള പ്രായം 110 വർഷം. ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ പരമാവധി പ്രായം 55 വർഷം. അതായത് ഒരാൾക്ക് 55 ആണ് പരമാവധി പ്രായം. ദമ്പതികളുടെ കാര്യത്തിൽ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ സംയുക്ത പ്രായം കണക്കാക്കും. കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും തമ്മിലുള്ള കുറഞ്ഞ പ്രായ വ്യത്യാസം 25 വയസ്സിൽ കൂടാൻ പാടില്ല. കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും തമ്മിലുള്ള പ്രായ വ്യത്യാസം 25 വയസ്സ് കുറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്.
ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ പ്രായ മാനദണ്ഡം ആപേക്ഷിക ദത്തെടുക്കലുകളുമായി രണ്ടാനമ്മയുടെ ദത്തെടുക്കലിൻ്റെയും കാര്യത്തിൽ ബാധകമല്ല. 3 അതിലധികമോ കുട്ടികളുടെ ദമ്പതികളെ റെഗുലേഷൻ 2 സബ് റെഗുലേഷൻ 21 നിർവചിക്കുന്ന പ്രത്യേക ആവശ്യകതയുള്ള കുട്ടികളുടെ കാര്യത്തിലല്ലാതെ ചട്ടം 50 പറഞ്ഞിരിക്കുന്നത് പോലെ കുട്ടികളെ പാർപ്പിക്കാൻ പ്രയാസമുള്ളതും ആപേക്ഷിക ദത്തെടുക്കൽ ഒഴികെയുള്ള ദത്തെടുക്കലിനായി പരിഗണിക്കില്ല രണ്ടാനച്ഛനും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഒരു ആവശ്യമുള്ള രേഖകളാണ്. ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന ദമ്പതികളുടെ വ്യക്തികളുടെ നിലവിലുള്ള ഫോട്ടോ, ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ പാൻ കാർഡ്, ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്, ജനന തീയതിയുടെ തെളിവ്, താമസരേഖ, ആധാർ കാർഡ്, വോട്ടർ കാർഡ്, പാസ്പോർട്ട്, കറണ്ട് വൈദ്യുതി ബില്ല്, ടെലിഫോൺ ബില്ല്, കഴിഞ്ഞ വർഷത്തെ ടെലിഫോൺ ബില്ല് അത്ര നിർബന്ധമുള്ള കാര്യമല്ല. അത് നമുക്ക് ഈ ഐഡൻറ്റിഫൈ സ്ഥലത്ത് എവിടെയാണ് താമസിക്കുന്നതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൻ്റെ തെളിവ്, സർക്കാർ വകുപ്പ് നൽകിയ ശമ്പള സ്ലിപ്പ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ നിലവിലുള്ള റിട്ടേൺ 2.5 ലക്ഷമാണ് ഒരു വർഷത്തേക്ക് വാർഷിക വരുമാനമുള്ളവർക്കാണ് നമുക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയുക. അപ്പോൾ അത് ITR ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടിയെ ദത്തെടുക്കാം. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ വിട്ടുമാറാത്തതോ പകർച്ചവ്യാധിയോ മാരകമോ ആയ രോഗങ്ങളില്ലെന്നും അവർ ദത്തെടുക്കാൻ യോഗ്യരാണെന്നും സാക്ഷ്യപ്പെടുത്താൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു ഡോക്ടറുടെ ഒക്കെ പരിശോധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നത്. വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ 2 അപേക്ഷകരുടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് ഏത് കണ്ടീഷനാണെന്ന് DCPOയിൽ ചോദിച്ചാലേ അറിയുള്ളൂ. വിവാഹ സർട്ടിഫിക്കറ്റ്, യോഗ്യതയിൽ കോടതിയിൽ നിന്നുള്ള വിവാഹമോചന ഉത്തരവ്, പ്രഖ്യാപനം അല്ലെങ്കിൽ വിവാഹമോചനം സംബന്ധിച്ച സത്യവാങ്മൂലം, വ്യക്തിഗത നിയമപ്രകാരം ഭരിക്കുന്ന വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ അഥവാ വിവാഹമോചനത്തിലുള്ള ഉത്തരവ് നിർബന്ധമല്ല. ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇണയുടെ മരണ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ ദത്തെടുക്കലിനെ പിന്തുണച്ച് പരിചയക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ 2 റഫറൻസ് കത്തുകൾ. അതായത് ഇപ്പോൾ ഈ ചില ആളുകൾ വിവാഹമോചനം ചെയ്തതിന് ശേഷമായിരിക്കും കുട്ടികളെ ദത്തെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിലാണ് ഇതൊക്കെ പറയുന്നത്. സാധാരണഗതിയിൽ ദമ്പതികളായിട്ട് എടുക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. ദത്തെടുക്കലിൻ്റെ തരമാണ് പറയുന്നത്. ഇൻ കൺട്രി അഡോപ്ഷൻ, ഇൻ്റർ കൺട്രി അഡോപ്ഷൻ, ഇൻ കൺട്രി റിലേറ്റീവ് അഡോപ്ഷൻ, ഇൻ്റർ കൺട്രി റിലേറ്റീവ് അഡോപ്ഷൻ, സ്റ്റെപ്പ് പേരൻ്റ് അഡോപ്ഷൻ. ഇങ്ങനെയുള്ള തരങ്ങളാണ്. ഒരു 5 തരം ദത്തെടുക്കലാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിന് വേണ്ടി വരുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പ് അസിസ്റ്റൻസ് ആണ്. നമുക്ക് രജിസ്ട്രേഷൻ ഫോം, സ്റ്റഡി ഫീസായിട്ട് 6000 രൂപ ആദ്യം വേണം. ശിശു സംരക്ഷണ കോർപ്പസ് ഇൻ കൺട്രി അഡോപ്ഷൻ 40,000. രാജ്യ ദത്തെടുക്കൽ $5000 അതായത് മറ്റ് രാജ്യത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകാനാണ് $5000 അതിന് അടക്കേണ്ടത്. ദത്തെടുക്കലിന് ശേഷമുള്ള ഫോളോഅപ്പ് ചാർജ് 2000 രൂപ, 4 സന്ദർശനങ്ങൾ. അതായത് ഓരോ ഫോളോപ്പിനും 2000 രൂപ, 4 സന്ദർശനങ്ങളാണ് പറയുന്നത്. എവിടെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. www.cara.nic.in എന്ന ഓൺലൈൻ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. താഴെ പറയുന്ന ഏജൻസികളെ കുറിച്ച് ഞാൻ പറയാം. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി, CARA ആണ്, കാര അതാണ്. പിന്നെ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി, സാറ, SARA, സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി. പിന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, DCPU, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ. പിന്നെ അതുകൂടാതെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി, SAA, സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി. സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു അഡോപ്ഷൻ ഏജൻസി കിടക്കുന്ന സാറ, അതിൻ്റെ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി നിയർ പ്രിസൺ ഹെഡ്ക്വാർട്ടേഴ്സ് പൂജപ്പുര, തിരുവനന്തപുരം. പൂജപ്പുര മറ്റേ ജയിലിന് സമീപമാണ് ഈ ഒരു ഓഫീസുള്ളത്. അവിടെ പോയാലും നിങ്ങൾക്ക് നേരിട്ട് സ്റ്റേറ്റ് അഡോപ്ഷൻ ഏജൻസി മുഖാന്തരം കാര്യങ്ങൾ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ DCPU ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖാന്തരവും നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നേടാവുന്നു. ഇത് തയ്യാറാക്കിയത് CK നാസർ, കാഞ്ഞങ്ങാട്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയുന്നു: 94 47 15 14 47, 9447151447. CK നാസർ, കാഞ്ഞങ്ങാട്. ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരളയുടെ ഫൗണ്ടർ കൂടിയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു.